സ്വർഗീയ മന്ന എന്ന ബൈബിൾ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. മാതൃക എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരും മാതൃകപരമായ ഒരു ജീവിതമാണ് നയിക്കേണ്ടത് എന്ന് ഒരു സത്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ പലരും നാം നമ്മുടെ ജീവിതത്തിൽ മാതൃകപരമായി ജീവിക്കുന്നതിനേക്കാളും അതിന് നേരെ വിരുദ്ധമായിട്ടാണ് നമ്മൾ ജീവിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. ആംഗ്ല ഭാഷയിൽ പറയുകയാണെങ്കിൽ യു ഷുഡ് ബി ആൻ എക്സാമ്പിൾ ടു അതേഴ്സ്, അതായത് നിങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകപരമായി ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പല മഹൽ വ്യക്തികളുടെയും ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ അവർ മാതൃകപരമായ ഒരു ജീവിതം നയിച്ചതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ നിന്ന് പലവിധമായ കാര്യങ്ങളെ അനുകരിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ നാം ഇന്ന് നോക്കുമ്പോൾ പലരും മാതൃകപരമായ ഒരു ജീവിതം നയിക്കുന്നില്ല. എന്നാൽ ചില വ്യക്തികൾ, വിരളമായ ചില വ്യക്തികൾ മാതൃകപരമായ ജീവിതം നയിക്കുന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ നിന്ന് പലവിധമായ ഗുണപാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കും. ഉദാഹരണം, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു മഹൽ വ്യക്തിയാണ് സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ പേര് അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് പറയുന്നത് തന്നെ സംശയമാണ്. ഇന്ത്യയിൽ വളരെയധികം ബഹുമാനിക്കപ്പെടുന്നതും വളരെയധികം ആദരിക്കപ്പെടുന്നതായ ഒരു മഹൽ വ്യക്തിയാണ് സച്ചിൻ ടെണ്ടുൽക്കർ. അദ്ദേഹം നമ്മൾ നോക്കുമ്പോൾ ആ ഏകദിന പരമ്പരകളിലും ടെസ്റ്റ് മത്സരങ്ങളിലും അധികമായ സെഞ്ചുറികൾ നേടി അനേകവിധമായ അവാർഡുകൾ ക്രിക്കറ്റിൽ അദ്ദേഹം നേടിയിരിക്കുകയാണ്. അദ്ദേഹം നേടിയെടുത്ത ആ നേട്ടങ്ങൾ നോക്കുമ്പോൾ നമുക്കെല്ലാവർക്കും വളരെയധികം നാം അഭിമാനിക്കാവുന്ന ഒന്ന് തന്നെയാണ്. എന്തെന്നാൽ അദ്ദേഹം നേടിയെടുത്തിരിക്കുന്ന ആ അവാർഡുകൾ, ആ നേട്ടങ്ങൾ, അത് മറികടക്കുവാനായിട്ട് മറ്റും പല ക്രിക്കറ്റിൽ മത്സരിക്കുന്ന അല്ലെങ്കിൽ അതിൽ കളിക്കുന്ന വ്യക്തികൾക്ക് സാധ്യമല്ല എന്ന് പലരും അവിടെ പല മകൾ വ്യക്തികൾ, ഇതിന് അനുഭവമുള്ളവർ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഇതിനേക്കാളും എനിക്ക് അദ്ദേഹത്തെ കൂടുതലായിട്ട് ആകർഷിക്കുവാനിടയായ ഒരു കാര്യമെന്തെന്നാൽ അദ്ദേഹത്തിന് പേരും പ്രസിദ്ധിയും എല്ലാം ഉള്ള ഒരു വ്യക്തിയാണ്. പല രീതിയിലും ഈ ക്രിക്കറ്റിൽ നിന്ന് അദ്ദേഹത്തിന് നേട്ടങ്ങളുണ്ടായിട്ടുണ്ട്. സാമ്പത്തികമായ അനേക വിധത്തിലും അദ്ദേഹത്തിന് നേട്ടം കൈവരിച്ച വ്യക്തിയാണ്. എന്നാൽ അദ്ദേഹത്തെ ഒരു മദ്യം വിൽക്കുന്ന ഒരു കമ്പനി കടന്നു വന്ന്, കമ്പനിയിലുള്ള അവരുടെ നേതൃത്വത്തിലിരിക്കുന്ന വ്യക്തികൾ വന്ന് അദ്ദേഹത്തെ സമീപിച്ച് ഏതാണ്ട് 20 കോടി രൂപ അദ്ദേഹത്തിന് അതിൽ ബ്രാൻഡ് അംബാസഡറായിട്ട് അഭിനയിക്കുകയാണെങ്കിൽ, അതിന് അഡ്വർടൈസ്മെൻറ്റിന് വരികയാണെങ്കിൽ, ചിത്രീകരിക്കുവാനായിട്ട് സമ്മതം പ്രകടിപ്പിക്കുകയാണെങ്കിൽ 20 കോടി രൂപ നൽകാമെന്ന് അവിടെ പറയുകയുണ്ടായി. എന്നാൽ നാം ഏവരും ഇഷ്ടപ്പെടുന്ന സച്ചിൻ ടെണ്ടുൽക്കർ എന്ന ഈ വ്യക്തി, അദ്ദേഹം തൻ്റെ പിതാവിനോട് വാക്ക് നൽകിയത്, ആ വാക്ക് അദ്ദേഹം നിറവേറ്റുന്നതിൻ്റെ അനുഭവത്തിലല്ല, ആ വാക്ക് പാലിക്കുവാനായിട്ട് അദ്ദേഹം സന്നദ്ധനായി. അദ്ദേഹം ആ 20 കോടി രൂപയും നിഷേധിക്കുകയും ഞാൻ ഇപ്രകാരമായ അഡ്വർടൈസ്മെൻറ്റുകളിൽ ഞാൻ വരികയില്ല എന്ന് ആ കമ്പനിയിലുള്ള വ്യക്തികളോട് അറിയിക്കുകയും ചെയ്തു. ഒരുപക്ഷെ നമ്മൾ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്രകാരമായ ഒരു അവസരം ലഭിച്ചെങ്കിൽ നമ്മൾ സാരമില്ല, അതൊന്നും കുഴപ്പമില്ല, 20 കോടി രൂപ അത് നഷ്ടപ്പെടുമല്ലോ എന്ന് നമ്മൾ പറഞ്ഞു പോകും. എന്നാൽ ഈ മകൾ വ്യക്തി ആ 20 കോടി രൂപ നിഷേധിക്കുകയും ലോകത്തിലുള്ള യൗവനക്കാർക്ക്, ലോകത്തിൽ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഞാനൊരു മാതൃകയായി തീരണമെന്ന് തീരുമാനിച്ചുകൊണ്ട് ആ മദ്യം വിൽക്കുന്ന കമ്പനിക്ക് അഡ്വർടൈസ്മെൻറ്റിന് ഞാൻ വരികയില്ലെന്ന് നിഷേധം പ്രകടിപ്പിക്കുകയും ആ 20 കോടി രൂപ വരുമാനം വേണ്ട എന്ന് വെക്കുകയും ചെയ്തു. എത്ര നല്ല ഒരു മാതൃകയാണ്!
ഈ മകൾ വ്യക്തി ഇന്ന് വളർന്നു വരുന്ന തലമുറയ്ക്ക് നൽകിയിരിക്കുന്നത്. നമ്മളും അനേക വിധത്തിൽ എന്താണ് മാതൃകയുള്ളവരായി നാം ജീവിക്കണമെന്ന് തന്നെയാണ് തിരുവെഴുത്തുകളിലൂടെ നാം കാണുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങളുടെയായ ശ്രദ്ധയെ ഞാൻ 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. 33-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ പറയുന്നത്, ഞാനും എൻ്റെ ഗുണമല്ല, പലർ രക്ഷിക്കപ്പെടേണ്ടതിന് അവരുടെ ഗുണം തന്നെ അന്വേഷിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലാം കൊണ്ട് പ്രസാദിപ്പിക്കുന്നുവല്ലോ എന്ന് ഈ വചനം ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ എൻ്റെ ഗുണം മാത്രമല്ല, എന്നാൽ പലരും എന്ത് ചെയ്യണം? രക്ഷ പ്രാപിക്കണം. നമ്മൾ പലപ്പോഴും എന്താണ്, നമ്മൾ സ്വയ ഇച്ഛകൾക്ക് അടിമപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ നാം സ്വയം എന്നുള്ള ചിന്ത മാത്രം നമ്മുടെ മനസ്സുകളിൽ വെച്ച് പുലർത്തിക്കൊണ്ട്, എനിക്ക് എൻ്റെ കുടുംബത്തിന് എന്നുള്ള ആ ചിന്ത നമ്മുടെ മനസ്സുകളിൽ വെച്ച് പുലർത്തിക്കൊണ്ട് നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കുവാനായിട്ട് നമ്മൾ വെമ്പൽ കൊള്ളുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ തിരുവചനത്തിൽ എന്താണ് പറയുന്നത്? നമ്മളുടെ ഗുണം മാത്രമല്ല, എന്നാൽ ഇതുകൊണ്ട് അനേകർക്കും എന്താണ്, അവർക്കും ഗുണം ലഭിക്കണം, അവരും ഞാൻ അനുഭവിക്കുന്ന ഈ നന്മ അവരും അനുഭവിക്കണം എന്ന് എന്താണ് നാം ചിന്തിക്കേണ്ടതാണ്. അതാണ് വചനം ഇവിടെ പറയുന്നത്. ഞാനും എൻ്റെ ഗുണമല്ല, എന്നാൽ പലരും രക്ഷിക്കപ്പെടേണ്ടതിന് അവരുടെ ഗുണം തന്നെ അന്വേഷിച്ചുകൊണ്ട് എന്താണ്, എല്ലാവരെയും എല്ലാം കൊണ്ടും പ്രസാദിപ്പിക്കുന്നതായി ജീവിക്കണമെന്നാണ് വചനം ഇവിടെ പറയുന്നത്. അതിനാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലെ, ദൈവമക്കളെ, നാം ഓരോരുത്തരും നമ്മുടെ ഗുണം മാത്രമല്ല, നമ്മുടെ നന്മ മാത്രമല്ല, നമ്മുടെ വളർച്ച മാത്രമല്ല, മറ്റുള്ളവരും നന്നാകണം എന്നുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കണം. എന്നാൽ ഇപ്പോൾ ഇന്ന് നാം നോക്കുമ്പോൾ എന്താണ്, മറ്റുള്ളവർ എങ്ങനെയായിരുന്നാലും ശരി, എനിക്ക് പ്രശ്നമല്ല, എന്നാൽ എനിക്ക് കിട്ടേണ്ടത് എനിക്ക് കിട്ടണം, എനിക്ക് ലഭിക്കേണ്ടത് എനിക്ക് ലഭിക്കണം എന്നുള്ളൊരു ചിന്തയോടുകൂടിയാണ് ഇന്ന് മനുഷ്യർ ഈ ലോകത്തിൽ ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ആയതിനാൽ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അത് ശ്രദ്ധ വെച്ചുകൊണ്ട് വചനത്തിൽ പറയുന്ന രീതിയിൽ നാം ജീവിക്കുകയാണെങ്കിൽ ഇന്ന് അനേകവിധമായ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിവാകാം എന്ന് അതിൽ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നാം തുടർന്ന് നമുക്ക് നോക്കാം. യോഹന്നാൻ 13-ാം അധ്യായം 15-ാമത്തെ വാക്യം എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. യോഹന്നാൻ 13:15 ഇവിടെ പറയുന്നത്, വചനത്തിൽ പറയുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കാം. ഇവിടെ 15, ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ഇവിടെ അവൻ ചെയ്തതുപോലെ നമ്മളും എന്താണ് ചെയ്യേണ്ടതാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ മാതൃകപരമായ ജീവിതം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അവൻ എപ്രകാരം ജീവിച്ചുവോ, എപ്രകാരം ജനങ്ങളോട് ഇടപെട്ടുവോ, ഏത് രീതിയിലാണ് തൻ്റെ മാതാപിതാക്കൾക്ക് നിറവേറ്റേണ്ടതായ കടമ നിറവേറ്റിയോ, എപ്രകാരമാണ് മറ്റുള്ളവരെ ബഹുമാനിച്ചുവോ, എപ്രകാരമാണ് ആ സത്യത്തിൻ്റെ പാതയിൽ സത്യത്തിനു വേണ്ടി മാത്രം നിലനിന്നുവോ, അപ്രകാരമാണ് നമ്മളും ചെയ്യേണ്ടത്. എന്നാൽ ഇന്ന് നമ്മൾ ആരെയും നമ്മൾ മാതൃകയായി സ്വീകരിക്കുവാനായിട്ട് നാം തയ്യാറാകുന്നില്ല. എന്നാൽ ലൗകികമായ കാര്യങ്ങളിൽ ലൗകികമായ നേട്ടങ്ങൾ കൈവരിക്കുന്ന അല്ലെങ്കിൽ തെറ്റായ മാർഗങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെയാണ് ഇന്ന് പലരും പല യൗവനക്കാരും അവർ മാതൃകയായിട്ട് സ്വീകരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഞാൻ പല ഭവനങ്ങളും സന്ദർശിക്കുമ്പോൾ ഞാൻ യൗവനക്കാരോട്, അവരുടെ മക്കളോട് ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ റോൾ മോഡൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാതൃകപരമായി നിങ്ങളെ ആരെയാണ് മാതൃകയായി നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് എന്ന്. എന്നാൽ ഒരു കുഞ്ഞു പോലും എൻ്റെ പിതാവാണ് ഞാൻ അദ്ദേഹത്തെയാണ് ഞാനൊരു മാതൃകയായി, അല്ലെങ്കിൽ എൻ്റെ മാതാവിനെയാണ് ഒരു മാതൃകയായി ഞാൻ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് ഒരു കുഞ്ഞുങ്ങളും തന്നെ ഇപ്പോൾ ഇന്നത്തെ തലമുറയിൽ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധ്യമല്ല. അവർ എല്ലാം
വളരെ വ്യത്യസ്തമായ വ്യക്തികളുടെ പേരുകളാണ് പറയുവാനായിട്ട് അവർ താല്പര്യപ്പെടുന്നത്. എന്നാൽ കർത്താവ് യേശു ക്രിസ്തു ഇവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് യോഹന്നാൻ 13-15 വാക്യത്തിൽ ഞാൻ തന്നിരിക്കുന്നതായ ഈ ദൃഷ്ടാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യുക എന്ന് അവൻ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, നാം തുടർന്ന് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ യാക്കോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം അവിടെ 10-ാമത്തെ വാക്യം 10-11 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ എന്താണ് പറയുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. സഹോദരന്മാരെ, കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചു കൊള്ളുവീൻ എന്നാണ് വചനം ഇവിടെ പറയുന്നത്. പ്രിയമുള്ളവരെ, സഹോദരന്മാരെ എന്താണ്? പ്രവാചകന്മാരും ദൈവദാസന്മാരും അവർ അനുഭവിച്ചതായ ആ വേദനകൾ അല്ലെങ്കിൽ ആ കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ എല്ലാം നമ്മൾ നോക്കുമ്പോൾ അവരുടെയായ ആ ആത്മീയ ജീവിതത്തിൽ അവർ കാത്തു സൂക്ഷിച്ച, അവർ നിലനിർത്തിയതായ ആ ദീർഘക്ഷമ നമ്മുടെ ജീവിതത്തിൽ ദൃഷ്ടാന്തമായി നമ്മൾ വിചാരിച്ചു കൊള്ളണമെന്നാണ് വചനം ഇവിടെ പറയുന്നത്. ആ ദൈവദാസന്മാർ എപ്രകാരം ജീവിച്ചുവോ ആ രീതിയിലുള്ള ഒരു ജീവിതം നമ്മൾ നയിക്കേണ്ടതുണ്ട് എന്നാണ് വചനം ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. 11-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ, സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. യോബിൻ്റെ സഹിഷ്ണുത എന്താണ്? നിങ്ങളും കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സലിയുള്ളവനല്ലോ എന്നാണ് വചനം ഇവിടെ പറയുന്നത്. അപ്പോൾ നാം നമ്മുടെ ജീവിതത്തിൽ ദൈവം എപ്രകാരമാണ് താൻ സ്നേഹിക്കുന്ന, തന്നെ മാനിക്കുന്ന മക്കളെ ദൈവം എപ്രകാരം നയിക്കുന്നു എന്ന് നാം ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യോബിൻ്റെ തൻ്റെ കഷ്ടതയിൽ ഒരിക്കലും ആ ലൗകികമായ ചിന്തകൾക്ക് അവൻ അടിമപ്പെട്ടു പോകാതെ എപ്പോഴും ആ ദൈവത്തിൻ്റെ കർത്താവ് യേശു ക്രിസ്തുവിനെ ആ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ ആ മാതൃകപരമായ ആ ജീവിതത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നല്ലൊരു മാതൃകപരമായ ഒരു ജീവിതം ഇയ്യോബിന് കാഴ്ചവെക്കുവാനായിട്ട് സാധിച്ചു. ഒരിക്കലും അവൻ ദൈവത്തെ തള്ളിപ്പറയുവാനായിട്ട് അവൻ മുന്നോട്ട് കടന്നു വന്നില്ല. പ്രിയമുള്ളവരെ, എന്നാൽ ദൈവം ആ കഷ്ടതയുടെ അവസാനമായിട്ട് ദൈവം 10 മടങ്ങ് അവിടെ ഇയ്യോബിനെ അനുഗ്രഹിച്ചതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതിനല്ല നമ്മളെന്താണ് മാതൃകപരമായി ദൈവത്തിൻ്റെ പൈതലായി നീ ജീവിക്കുന്നുവെങ്കിൽ, ഒരു ദൈവ പൈതലെങ്കിൽ ആ ദൈവത്തിൻ്റെ മാതൃകയായി മാതൃകപരമായ ജീവിതം നിൻ്റെയും ജീവിതത്തിൽ നീ പകർത്തണം എന്നുള്ള ഒരു ആഹ്വാനമാണ് വചനത്തിൽ നിന്ന് നാം കാണുന്നത്. പ്രിയമുള്ളവരെ, നാം തുടർന്ന് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നാം 1 പത്രോസ് അവിടെ 3-ാം അധ്യായം അവിടെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ പറയുന്നത് എന്തെന്നാൽ, ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത് എന്ന് വചനം ഇവിടെ പറയുന്നു. വിശുദ്ധ സ്ത്രീകൾ അവരെന്താണ്? അവരെ അലങ്കരിച്ച് എന്താണ്? അവരുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നു. ഇന്ന് കുടുംബങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ എന്താണ്? ഭാര്യയ്ക്ക് ഭർത്താവിനെ കീഴടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല. പ്രശ്നങ്ങൾ കുടുംബങ്ങളിൽ ഉണ്ടാകുന്നതിന് കാരണം തന്നെ എന്താണ്? ഞാനാണോ വലുത്, നീയാണോ വലുതെന്നുള്ള മത്സരമാണ്. വിവാഹം കഴിഞ്ഞാൽ ഉടനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു വടം വലിയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആയതിനാൽ എന്താണ്? കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? അന്നുണ്ടായിരുന്നത് പോലെ പ്രത്യാശ വച്ചിരുന്ന പണ്ടുണ്ടായിരുന്ന വിശുദ്ധ സ്ത്രീകളെപ്പോലെ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നു എന്നാണ് പറയുന്നത്. കുടുംബങ്ങളിൽ ഞാൻ സ്ത്രീകളെ കുറ്റം പറയുവാനായിട്ടല്ല ആഗ്രഹിക്കുന്നത്. എന്നാൽ കർത്താവിൽ പ്രത്യാശയുള്ളവരായി ദൈവത്തിൻ്റെ ദാസിമാരായി നാം കുടുംബങ്ങളിൽ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിക്കൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുകയാണെങ്കിൽ അനേക വിധത്തിൽ നാം പ്രശ്നങ്ങൾ ഒഴിവാക്കുവാനായിട്ട് സാധിക്കുമെന്നതിൽ സംശയമില്ല. അതുപോലെ തന്നെ ഭർത്താവ് കർത്താവ് യേശു ക്രിസ്തുവിനെ ഒരു മാതൃകയായി സ്വീകരിച്ചു
സ്വീകരിച്ചുകൊണ്ട് കുടുംബത്തെ സ്നേഹിക്കുന്നവനായി, തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നവനായി, മക്കളെ സ്നേഹിക്കുന്നവനായിട്ട് ആണ് ജീവിക്കേണ്ടത്. യേശു ക്രിസ്തുവിനെ നിൻ്റെ ജീവിതത്തിൽ മാതൃകയായി നീ സ്വീകരിച്ചുകൊണ്ട് നീ ജീവിതത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ നിനക്ക് വിജയം കൈവരിക്കുവാനായിട്ട് സാധിക്കുമെന്നതിൽ സംശയമില്ല. 1 പത്രോസ് 2-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. ഇവിടെ പറയുന്നതെന്നാൽ, നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ? കുറ്റം ചെയ്തിട്ട് നിങ്ങൾക്ക് ശിക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ അതിലെന്താണ് വലിയ മേന്മയുള്ളത്? എന്നാൽ അവിടെ തുടർന്ന് പറയുന്നത് യശസ്സുള്ളൂ അല്ല, നന്മ ചെയ്തിട്ടും കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം എന്നാണ് പറയുന്നത്. നന്മയായ കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ കഷ്ടം സഹിക്കുകയാണെങ്കിൽ അത് ദൈവത്തിന് പ്രസാദം എന്നാണ് പറയുന്നത്. അതിനായിട്ടല്ലോ ദൈവം നമ്മളെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് അവൻ പോയിരിക്കുന്നു എന്നാണ് വചനം ഇവിടെ പറയുന്നത്. വളരെ മനോഹരമായ ഒരു വാക്യമാണ് പ്രിയമുള്ളവരെ. നമ്മൾ തെറ്റ് ചെയ്തിട്ട് ശിക്ഷ അനുഭവിക്കുന്നതിൽ അതിലൊന്നും വലിയൊരു പ്രസക്തിയൊന്നുമില്ല. എന്നാൽ നമ്മൾ നമ്മൾ നന്മ ചെയ്തിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കഷ്ടം അനുഭവിക്കുകയാണെങ്കിൽ അത് അതിന് ഒരു വലിയ ഒരു ദൈവത്തിന് തന്നെ പ്രസാദമുണ്ട് എന്നാണ് വചനം പറയുന്നത്. ഇത് തന്നെയാണോ കർത്താവായ യേശു ക്രിസ്തു ചെയ്തത്? അതിനായിട്ടാണല്ലോ നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത് എന്ന് ഇവിടെ വചനം വളരെ വ്യക്തമായിട്ട് 1 പത്രോസ് 2-ാം അധ്യായത്തിൽ 20-21 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുന്നതായിട്ട് നമുക്ക് കാണുന്നു. ആയതിനാൽ നന്മ ചെയ്ത് കഷ്ടം അനുഭവിക്കുന്നത് അതൊരു ദൈവ പൈതലിന് ദൈവം നിയമിച്ച ഒരു കാര്യമാണ് എന്ന് നാം മനസ്സിലാക്കണം. അതിനാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. അവൻ ചെയ്തതുപോലെ നമുക്കും ഒരു മാതൃക അവൻ വെച്ചേച്ചു പോയിരിക്കുന്നു. അവൻ്റെ പാത നമ്മളെ പിന്തുടരുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇന്ന് ലോകത്തിൽ അനേകർ ദൈവത്തെ മറന്ന് ആ മാതൃകപരമായ ജീവിതം നയിക്കാതെ ദൈവത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ ഇന്ന് അനേകർ ജീവിക്കുന്നത് പ്രിയമുള്ളവരെ. ആയതിനാൽ ദൈവത്തിൻ്റെ കാൽപാതകളെ നാം പിന്തുടരുന്ന മക്കളായി ജീവിക്കുവാനായിട്ട് ദൈവം ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. നമുക്ക് ഫിലിപ്പിയർ 3-ാം അധ്യായം 17-18 വാക്യങ്ങളിൽ അവിടെ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. 17-18 വാക്യങ്ങളിൽ, സഹോദരന്മാരെ നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിപ്പീൻ എന്നാണ് പറയുന്നത്. സഹോദരന്മാരെ കേൾക്കുക, എല്ലാവരും നിങ്ങൾ എന്നെ അനുകരിപ്പീൻ. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിച്ചുകൊള്ളുവീൻ എന്നാണ് പറയുന്നത്. എല്ലാവരും പ്രിയമുള്ളവരെ, നിങ്ങൾ ഞങ്ങളെ അനുകരിക്കണമെന്ന് കർത്താവിൻ്റെ പ്രിയ ദൈവദാസൻ അപ്പോസ്തലനായ പൗലോസൂടെ ഒരു വലിയൊരു ആഹ്വാനം തൻ്റെ സഭ വിശ്വാസികൾക്ക്, ദൈവ മക്കൾക്ക് എല്ലാവർക്കും നൽകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ. ആ മാതൃകപരമായ ജീവിതം അനുകരിക്കണമെന്നും അതുപോലെ അപ്രകാരം തന്നെ ആ മാതൃകപരമായ ജീവിതം നയിച്ചതായ മഹൽ വ്യക്തിയുടെയായ ജീവിതത്തെ നിങ്ങൾ കുറിച്ചുകൊള്ളുവീൻ എന്നാണ് ഇവിടെ പറയുന്നത്. അതിന് തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു, അവരുടെ അവസാനം നാശം എന്നാണ് ഇവിടെ പറയുന്നത്. അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിന് എതിരായി സാക്ഷീകരിക്കുന്നു, എതിരായി പ്രവർത്തിക്കുന്നു, എതിരായിട്ട് പ്രസംഗിക്കുന്നു, എതിരായിട്ട് അനേകവിധമായ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഇവിടെ അത് നിങ്ങൾക്ക് നാശം തന്നെ എന്നാണ് ഇവിടെ വചനം പറയുന്നത്. അതിനേക്കാളും ദൈവത്തിൻ്റെ ആ മാതൃക നമ്മുടെ ജീവിതത്തിൽ അംഗീകരിക്കുവാനോ അതിൻ്റെ പ്രകാരം നമ്മൾ ജീവിക്കുവാനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. തുടർന്ന് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ, ഇപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നു അവരുടെ അവസാന നാശം, അവരുടെ ദൈവം വയറ് ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു എന്നാണ് അവിടെ വചനം ഇവിടെ പറയുന്നത്. നമ്മൾ നോക്കുമ്പോൾ 19-ാമത്തെ വാക്യം ഇവിടെ അപ്പോസ്തലനായ പൗലോസ് വളരെയധികം വേദനയോടുകൂടി, പ്രയാസത്തോടുകൂടി, വളരെയധികം മനോവിഷമത്തോടുകൂടി തന്നെ പറയുകയാണ്, ഞാൻ വിലപിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നു, അവർക്കെല്ലാവർക്കും മാതൃകപരമായ ഒരു ജീവിതം നയിക്കാത്തവർക്കൊരു നാശമാണ് ഉണ്ടാകുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ പിതാവേ, പ്രിയമാതാവേ, അല്പസമയം
ഈ ടി വിയിൽ നിങ്ങളോട് സംസാരിക്കുന്ന ഈ ദൂത് നിങ്ങൾ ശ്രവിക്കുക. മാതൃകപരമായ ഒരു ജീവിതമാണോ നിങ്ങൾ നയിക്കുന്നത്? ഇന്ന് കേരളത്തിൽ നോക്കുകയാണെങ്കിൽ മദ്യപാനികളുടെ എണ്ണം കൂടിക്കൊണ്ടുവരികയാണ്. ഇന്ന് പുതിയ തലമുറയ്ക്ക് മാതൃകയായി ജീവിക്കുന്നതിന് പകരം അവരെന്നും തന്നെ വൈകിട്ട് ബിവറേജ് കോർപ്പറേഷൻ കടകളുടെ മുന്നിൽ മാതൃകപരമായ ഒരു ജീവിതമാണോ പ്രിയമുള്ളവരെ അവർ നിൽക്കുന്നു? അവർ മദ്യപിക്കുന്നു. അവരുടേതായ തലമുറയ്ക്ക് ഒരു മാതൃകയായി അവർ ജീവിക്കുന്നില്ല. വീടുകളിൽ ശണ്ട കൂടുന്നു, ഭാര്യയോട് വഴക്ക് ഉണ്ടാക്കുന്നു, പലവിധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, കുടുംബ ജീവിതങ്ങൾ തകർന്നു പോയി, അവർക്കുണ്ടായ കുഞ്ഞുങ്ങളും വഴിതെറ്റിപ്പോകുന്ന ഒരു അനുഭവമാണ്. എപ്രകാരമായുള്ള ഒരു മാതൃകയുള്ള ജീവിതമാണ് പ്രിയദാസാദാസി നീ ജീവിക്കുന്നത്? കർത്താവ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു, ദൈവം നിന്നെ കാണുന്നു. നീ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ദൈവം അവൻ ശ്രദ്ധ വെച്ച് അവൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മാതൃകപരമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് ഈ നാളുകളിൽ ദൈവം നിനക്കൊരു വലിയൊരു ആഹ്വാനം നൽകുകയാണ്. മാതൃകപരമായ ഒരു ജീവിതം നമ്മൾ നയിക്കാം. അവൻ നമുക്ക് നല്ലൊരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. ദൈവം പറയുന്നത് എന്താണ്? നീ നന്മ ചെയ്ത് കഷ്ടം അനുഭവിക്കുന്നതിനാണല്ലോ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് എന്ന്. ആ വിളിയുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുവാനായിട്ട് ദൈവം നിന്നെ സഹായിക്കട്ടെ. അതുപോലെ തന്നെ അങ്ങനെയുള്ളതായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ ബലപ്പെടുത്തട്ടെ. ദൈവം നിന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ വഹിച്ചു കൊള്ളട്ടെ എന്നുള്ളതാണ് ഇന്ന് ഈ ലഭിച്ചതായ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു തീരുമാനമെടുക്കാൻ പോവുകയാണ്. ഒരു മാതൃകപരമായ ഒരു ജീവിതം ഞാൻ നയിക്കുവാൻ പോവുകയാണ്. ഇനിയുള്ള കാലം എന്നെ കണ്ടുകൊണ്ട് അനേക രക്ഷയിലേക്ക് കടന്നു വരുവാനുള്ളതായ ഒരു അവസരം ഉണ്ടാകട്ടെ. എൻ്റെ ഗുണം മാത്രമല്ല, അനേകരുടെ നന്മയ്ക്കും ഞാൻ ഇനി ജീവിക്കുവാൻ പോകുന്നു എന്നുള്ളതായ ഒരു ചിന്തയോടുകൂടി നിൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് നീ ജീവിക്കണമെന്നുള്ള ഒരു ആഹ്വാനമാണ് നിങ്ങൾക്ക് നൽകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ വാഴ്ത്തപ്പെട്ട ദൈവമേ, അടിയനെ ഒരു മാതൃകപരമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് അങ്ങോട്ടൊന്ന് സഹായിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അടിയങ്ങളെ അങ്ങോട്ടൊന്ന് ബലപ്പെടുത്തണമേ. കർത്താവേ, സന്ദേശം കേട്ട എല്ലാവരെയും അങ്ങോട്ട് അനുഗ്രഹിക്കണമെന്ന് യേശുവിൻ്റെ തന്നെ നാം യാചിച്ചോടുന്ന പ്രാർത്ഥനകൾക്ക് നല്ല ദൈവമേ, ആമേൻ. നിങ്ങൾക്ക് ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ ദൂരീകരിക്കപ്പെടുവാനായിട്ട് ആത്മീയ പുസ്തകങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തയ്യാർ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് അതുപോലെ തന്നെ പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ എഴുതി അറിയിക്കുക. ഈ ടി വി സ്ക്രീനിൽ കാണുന്ന അഡ്രസ്സിൽ നിങ്ങളുടെ പ്രശ്നങ്ങളും നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങളോട് ബന്ധപ്പെടുന്നതുമായിരിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.